തിരുവനന്തപുരത്തെ KSRTC ബസ് സ്റ്റാൻഡിലെ ശൗചാലയം സമരക്കാർ പൂട്ടിയിട്ടു. ആഹാ, നന്നായി അല്ലേ? ഇതൊക്കെയാണ് സമര അനുകൂല പ്രവർത്തകർ ചെയ്യുന്ന കാര്യങ്ങൾ. പൊതുജനങ്ങൾക്ക് എത്രത്തോളം ദ്രോഹമാണ് എന്നുകൂടി നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കണം. മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചെത്തി എങ്കിലും സർവീസ് നടത്താനാകുന്നില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത്. നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് സർവീസ് നടത്താൻ സന്നദ്ധരായി എത്തിയവരെ സമര അനുകൂലികൾ തടഞ്ഞുവെന്നും ജീവനക്കാർ പറയുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇപ്പോൾ ആ ഡിപ്പോയിൽ നിന്നെത്തിയ ജീവനക്കാരുണ്ട്. ഇവരാണ് രാവിലെ നമ്മൾ യാത്ര പോകാൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഗുരുവായൂർ പോകാൻ വേണ്ടി രാവിലെ ഡ്രൈവറുമായിട്ട് 5 അവിടെ തിരിച്ചു. ഇവിടെ വന്ന വണ്ടിയകത്ത് ബോർഡ് മാറ്റാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ബോർഡ് മാറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ സമരക്കാർ പറഞ്ഞു ബോർഡ് മാറ്റാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ബോർഡ് മാറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ വാക്ക് തിരക്കൊക്കെ ഉണ്ടായി. നേരെ അവിടെ എസ്എമ്മിൻ്റെ അവിടെ പോയി വേവില്ല അവർ വാങ്ങിച്ച് വെച്ചു, അറവിൽ വെച്ചു. അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പം നേരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നിർദ്ദേശം അനുസരിച്ച് ഇവിടെയാണെങ്കിൽ വയ്ക്കോ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ട്രിപ്പ് ഷീറ്റ് കിട്ടിയില്ല, നമുക്ക് ട്രിപ്പ് ഷീറ്റ് കിട്ടിയ വേവില്ല നമ്മളെ കളക്ഷൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ചെയ്യുന്ന വേവില്ലെന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിലാണ് നമ്മൾ രേഖകളെല്ലാം ഇരിക്കുന്നത്. വണ്ടി നമ്പർ, ഡ്രൈവറുടെ പേര്, കണ്ടക്ടറുടെ പേര് എല്ലാം അതിലാണ്. അപ്പോൾ അത് അവിടെ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് സർവീസ് നടത്താമെന്ന് പറഞ്ഞിറങ്ങിയാണോ? നമ്മളൊന്നും സമരത്തിലൊന്നും പങ്കെടുക്കാതെ വന്നതാണ്. സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഈ പറഞ്ഞ ബാത്റൂം സൗകര്യം? ടോയ്ലറ്റൊക്കെ അടച്ചിട്ടിരുന്നു. നമ്മളുടെ 5:30 നെയ്യാറ്റിൻകരയിൽ വന്ന സർവീസാണ്. കുളച്ചൽ പോകാൻ വേണ്ടി ഇവിടെ 6:10 ആയപ്പം ഇവിടെ എത്തി. 6:20 ഇവിടെയും സർവീസ് പോകാൻ വേണ്ടി ഒരു വണ്ടി ആൾക്കാർ ജനങ്ങൾ കയറി ഇരുന്നതാണ്. പക്ഷേ ശൗചാലയം അടച്ചിട്ടിരിക്കുന്നു. ബസ് സർവീസ് പോകാൻ അനുവദിക്കുന്നില്ല. ഇല്ല. ഈ ബാത്റൂമിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താ അവർ പറയുന്നത്? പറയുന്നത് സമരമല്ലേ എന്നാണ് അവർ പറയുന്നത്. സമരക്കാർ തമ്മിൽ അവരാണ് അടച്ചിട്ട്. അപ്പോൾ എന്തായാലും തിരിച്ചു പോകാനാണോ തീരുമാനിച്ചത്? അതായത് രാവിലെ ഞങ്ങളുടെ നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് 3:15 ആദ്യത്തെ സർവീസ്, എറണാകുളം സർവീസ്. ആ 3:15 സർവീസ് വന്നത് മുതൽ വണ്ടി തടഞ്ഞിട്ടു, പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് ഞങ്ങളും സർവീസിന് വന്നത്. പക്ഷേ മന്ത്രി പറഞ്ഞ വാക്ക് ഇതിപ്പോൾ നടപ്പിലാക്കലിനായിട്ട് കാണുന്നില്ല. ശൗചാലയ സൗകര്യം പോലും അവർക്ക് തുറന്നു നൽകിയില്ല എന്നുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.